മാടായി സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഡിവൈഎഫ്ഐയുടെയും മഹിളാ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതമെന്ന് ബാങ്ക് അധികൃതർ. ബാങ്കിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിന് പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ജീവനക്കാരനെതിരായി പരാതി ലഭിച്ചപ്പോൾ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. പരാതി ലഭിച്ച ഉടൻ തന്നെ ലൈംഗിക അതിക്രമം തടയുന്നതിനുള്ള ബാങ്കിന്റെ ഇന്റേണൽ കമ്മിറ്റിക്ക് പരാതി കൈമാറുകയും കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി പ്രകാരമുള്ള ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന് കണ്ടെത്തിയിരുന്നു. റിപ്പോർട്ട് ഭരണസമിതി ചർച്ച ചെയ്തതിനു ശേഷം അഭിഭാഷകൻ നടത്തിയ ഗാർഹിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബാങ്ക് ജീവനക്കാരന്റെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചത്. പഴയങ്ങാടി പോലീസ് അന്വേഷിക്കുന്ന കേസ് കോടതിയുടെ പരിഗണനയിലാണ്. കോടതി വിധിക്കനുസരിച്ച് ബാങ്ക് നടപടി സ്വീകരിക്കും. ബാങ്കിലേക്ക് നടത്തിയ മാർച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. ഇന്ന് നടത്തിയ പ്രതിഷേധം എന്ന് പറയുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. ബാങ്കിൻ്റെ നമ്മുടെ സൽപ്പേര് കളങ്കപ്പെടുത്താൻ വേണ്ടി ഉള്ള ബോധപൂർവമായ ഒരു ശ്രമമാണ് ഈ ഡിവൈഎഫ്ഐയുടെയും മഹിളാ അസോസിയേഷനെയും പ്രതിഷേധ മാർച്ച് കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് ഇടപാടുകാർക്കും ഇന്ന് ബാങ്കിൽ വന്ന് ഇടപാട് നടത്തുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലും പോലീസ് അധികാരികൾ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ നടപടിക്രമങ്ങളും ഇതുവരെയുള്ളത് പാലിക്കപ്പെട്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴീ സമരവുമായി മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ തമാശ തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ സെപ്റ്റംബർ മാസം നടന്നൊരു സംഭവമാണ്. ആ സംഭവത്തിന് ശേഷം ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്നത്തെ ഈ ആ സമരത്തെ തന്നെ അംഗബലം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇടപാട് സമയത്ത് ബാങ്കിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിന് പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നിയമ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബാങ്ക് പ്രസിഡന്റ് VB കൃഷ്ണകുമാർ, സെക്രട്ടറി K അജിത് കുമാർ, KV ഗോപിനാഥ്, മോഹനൻ കക്കോപ്രവൻ, K ശ്രീജിത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.